ഹായ്. സൂക്ഷ്മദർശിനി എനിക്ക് ഇന്നലെയാണ് ആ സിനിമ കണ്ടത്. സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിയ സിനിമയാണ്. നസ്രിയ നസീം ലീഡ് റോൾ ചെയ്ത സിനിമയാണ്. ബേസിൽ ജോസഫ് വലിയൊരു കഥാപാത്രം ചെയ്ത സിനിമയാണ്. നസ്രിയ നസീം തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അവരിലേക്ക് എത്തിയ സ്ക്രിപ്റ്റ് ആയിരിക്കണം. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു റോളായപ്പോൾ അവരെത്തി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ സാമൂഹ്യമായിട്ടുള്ളതായാലും അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെ ആയാലും അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ഇടപെടാറുണ്ട്. രാഷ്ട്രീയത്തിനെ പറ്റി അഭിപ്രായം പറയാറുണ്ട്, മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? നിങ്ങളുടെ കാര്യമാണോ? നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. മറ്റേ അയ്യപ്പനും കോശിയിലും പറഞ്ഞ പോലെ ഇത് നമ്മുടെ വിഷയമല്ല, നമുക്കിവിടെ നിന്ന് പോയേക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പാരൻസ് അങ്ങനെയുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് കൊണ്ട് അവർക്ക് പേടിയായതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ പറയണത് നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. അത് ഏത് കാര്യത്തിലായാലും. കാര്യം ഇന്ന് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ നാളെ നമ്മളെ ബാധിക്കും അത്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്തും നസ്രിയയുടെ കഥാപാത്രം ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തൊരു കേസിലാണ് ആ ഒരു ക്രൈം അവർ തെളിയിക്കുന്നത്. ശരിക്കും അവർക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമോ അതിനുവേണ്ടി എഫർട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അങ്ങനെ എഫർട്ട് എടുത്തുകൊണ്ട് ആ ഒരു വലിയൊരു ക്രൈം, വലിയൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സംഭവം അവർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാനിത് ഇത്രയെപ്പറ്റി പറയാൻ കാര്യം, ഇന്ന് നമ്മുടെ നാടുകളിൽ ഇതേപോലെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീടിനകത്തിരുന്ന് നമ്മുടെ ഡെഡ് ബോഡി അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പോലും പുറംലോകം ഇത് അറിയില്ല. നമ്മൾ ഇടപെട്ട് ശീലിക്കുക. അങ്ങനെ ഒരു മെസ്സേജ് കൂടി അവർ ഇതിനകത്ത് ഇൻഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് അഭിനയത്തിലേക്ക് വരുമ്പോൾ നസ്രിയ കുറേ നാളായിട്ട് മാറി നിൽക്കുവാണ് ഫീൽഡിൽ നിന്ന്. പക്ഷേ അവരുടെ അഭിനയം അന്നത്തെ പോലെ തന്നെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരെന്താണോ വംശാന്തി വശാനിക്ക് ഇത് കാണിച്ചിരിക്കുന്നത്, അതേ ക്യൂട്ട്നെസ്സും അതേ ബോഡി ലാംഗ്വേജും അതേ ഒരു സ്കിൻ ടെക്സ്ചർ എല്ലാം ഓക്കെയാണ്. എന്നാലും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഒരു ക്രൈം മൂവിയാണ്, ഇത്തരം ത്രില്ലർ മൂവിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ പേര് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വേറെ രീതിക്കുള്ള എന്തെങ്കിലും. ഞാൻ പല സിനിമകളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോഴാണ് ഇത്രയ്ക്കൊരു സിനിമയുള്ളതാണോ എന്ന് ഞാൻ കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. OTT പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നാളായി എത്തിയിട്ട്, ഞാനിപ്പോഴാണ് കണ്ടെന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ചായി. ഏതായാലും വളരെ നല്ലതാണ്. ബേസിൽ ജോസഫിൻ്റെ എല്ലാവരുടെയും റോളുകളൊക്കെ അടിപൊളിയായിരുന്നു. കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെയാണ്. ഓക്കെ, ബൈ.